പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി വലിയൊരു ഒത്തുതീർപ്പിലെത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ ഇനി ആണവായുധം കൈവശം വയ്ക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് വൈകാതെ തുറക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന വെല്ലുവിളിക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നാടകീയമായ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ സമാധാനമാകുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന കാര്യം. ലോകക്രമങ്ങളെ തന്നെ ബാധിച്ച ഈ യുദ്ധം പല കുറിയിൽ സമാധാന നീക്കങ്ങൾ ഉണ്ടാവുകയും അത് വിജയം കണ്ടു എന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വീണ്ടും ഒത്തുതീർപ്പുണ്ടായി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ഇറാൻ അത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ആണവായുധവുമായി ബന്ധപ്പെട്ട ധാരണയാണ്. ആണവായുധം പൂർണ്ണമായും നിർവീര്യമാക്കും, രാജ്യത്തിന് മാറ്റും, ഇതിന് ഇറാൻ വഴങ്ങി എന്ന വാദങ്ങളൊക്കെ നേരത്തെയും അമേരിക്ക മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇതിലെന്താണ് പൊതുധാരണ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദുണ്ട്. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനമായി, യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി എന്നതൊക്കെ മുമ്പും പലവട്ടങ്ങളിൽ വാർത്തകളിൽ വന്നതാണ്, അവകാശവാദങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോട് ഇറാന്റെ പ്രതികരണം എന്താണ്? യഥാർത്ഥത്തിൽ വെടിനിർത്തൽ സാധ്യമായോ? സൈത്ത് പ്രത്യാശയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇറാനും ഇത്തരമൊരു ധാരണയ്ക്ക് വഴങ്ങിയേക്കും. കാരണം ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ ആ തരത്തിലാണ് പുറത്തു വരുന്നത്. അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ അണ്വായുധം തയ്യാറാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്നാക്കം പോകും എന്ന തരത്തിൽ തന്നെയാണ്. ട്രംപിൻ്റെ വാക്കുകളും ആ തരത്തിൽ തന്നെയാണ്. ഇറാൻ ഇത്തരമൊരു കാര്യത്തിന് അംഗീകാരം നൽകും എന്ന് ട്രംപും പറയുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഇതിൽ നിർണായകമാണ്. തുർക്കി ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയെന്ന് ട്രംപ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായും ചർച്ച നടത്തി. നെതന്യാഹുവുമായി കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം ഇറാൻ ആണവശക്തി ആകരുത് എന്നതാണ്. അത്തരമൊരു കാര്യത്തിലേക്ക് പോകുന്നു. ഒരു കരാർ വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. അവിടെയാണ് ഈ നാടകീയമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സൈത്ത് വളരെ വേഗത്തിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ചില സൂചനകൾ ഇറാൻ്റെ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്, ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖ നഗരങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ അമേരിക്കയുടെ നടപടി. ഒരുപക്ഷെ വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുമെന്ന ആശങ്കയുണ്ടായിരുന്നു. 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ, എണ്ണക്കപ്പലിന് നേരെ US-ൻ്റെ ആക്രമണം ഉണ്ടാകുകയും 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. ഒരുപക്ഷെ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഭീതിയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുവൈറ്റ് അവരുടെ എയർലൈൻ സർവീസുകളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. കുവൈറ്റിലേക്ക് തുടർച്ചയായി ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായി. ആ തരത്തിൽ ഉള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നത്. വിനോദ്, ഒരു കാര്യം കൂടി, ഈ അമേരിക്ക ഇന്ത്യൻ നാവികർക്ക് നേരെ നടത്തിയ ആക്രമണം ഇന്ത്യക്കുണ്ടായ നഷ്ടം 3 പേരെ ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തല്ലോ. ഇതിപ്പോൾ ഇറാനും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ ഒരു മധ്യവർത്തിയുടെ റോളായിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള സമദൂരം പാലിക്കുകയായിരുന്നല്ലോ ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇതുകൂടി ഇതിൽ വിഷയമായി വരുമോ? അടുത്തയിടയിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയും നടക്കാനിരിക്കുന്നു. സ്വാഭാവികമായും ഇതും പശ്ചിമേഷ്യ തർക്കത്തിൽ ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടായ അക്രമവും ഒരു വിഷയം മാറുന്നുണ്ട്. സൈത്ത്, ഇതിൽ ഇന്ത്യയുടെ ശക്തമായ ഒരു ഇടപെടലുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ ആശങ്ക അറിയിച്ചിരുന്നു. ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇത് ആവർത്തിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ഇന്ത്യ വെച്ചു. അത് വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കപ്പലിൽ 24 ഇന്ത്യക്കാരുള്ളപ്പോൾ ഒരു ആക്രമണം US-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് തീർച്ചയായും അത് ഈ നയതന്ത്ര തലത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അടിയന്തര ഇടപെടലുണ്ടായതും അമേരിക്കയോട് ഇക്കാര്യത്തിൽ ഈ യുദ്ധം തുടരുത് എന്ന ഒരു നിലപാടിലേക്ക് പോയതും. വളരെ പെട്ടെന്ന് ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് പ്രത്യാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഇന്ത്യയുടെ ഇടപെടൽ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇങ്ങനെ ഒരു ആക്രമണവും അതിന് പിന്നാലെ ഈ സമാധാന കരാറിലേക്ക് പോകുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ഒരു സ്ഥിരീകരണം ഇതിനുണ്ടാകേണ്ടത്. ഏറെക്കുറെ അവരിത് അംഗീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആണവശക്തിയാകാൻ ഇറാൻ ഇനി തയ്യാറെടുക്കില്ല, അത് അവസാനിപ്പിക്കും, അങ്ങനെ ഒരു കരാറിലേക്ക് അവർ എത്തും എന്ന ചില സൂചനകൾ. പക്ഷേ അവിടെയും ചില ചുവപ്പ്
രേഖകൾ അത് കടന്നു പോകാത്ത തരത്തിലുള്ള അവർക്ക് അവരുടെ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഒക്കെ തന്നെ വേണ്ട ചില പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം കൂടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരു റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ഇറാൻ പോകില്ല എന്ന തരത്തിൽ, അത് അവരുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കാര്യമാണ്. അതിൽ അവരുടെ ആത്മാഭിമാനം അടിയറ വച്ചുള്ള ഒരു നടപടികളിലേക്ക് പോകില്ല. അവിടെ ഒരു രേഖയുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഈ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇനി വലിയ തർക്കങ്ങളിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത കുറവാണ്. അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, അങ്ങനെ ഒരു കരാർ വരുന്നു. ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ ഈ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന പ്രത്യാശയാണ് US പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതാകട്ടെ, ഇങ്ങനെ ഒരു വളരെ സാധ്യത ഉണ്ടായിരുന്നിട്ടും, യുദ്ധം അവസാനിപ്പിക്കാനുള്ള മികച്ചൊരു കരാറിന് സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇറാൻ അതിന് തയ്യാറായില്ല. അതിനവർ വലിയ വില നൽകേണ്ടി വരും. ഇറാൻ്റെ ആയുധശേഷി പൂർണ്ണമായി നശിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന, ഇറാൻ പോലും അറിയാതെ അവരുടെ എണ്ണശേഖരം അമേരിക്ക കൈയടക്കി എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഞെരുക്കം ഉണ്ടാകുന്നു എന്നത് വളരെ വസ്തുതയാണ്. കാരണം ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധം, അതുവഴി അവർക്ക് എണ്ണ വ്യാപാരം പഴയ പോലെ നടത്താൻ കഴിയുന്നില്ല. ഗാർഗദ്വീപിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ശേഖരിക്കുന്ന എണ്ണ കടലിലേക്ക് ഒഴുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിൽ അവരുടെ ആസ്തി അമേരിക്ക ഫ്രീസ് ചെയ്യുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം നികത്തുന്നതിന് ഇറാൻ്റെ സാമ്പത്തിക ശേഷി എടുക്കാനുള്ള അമേരിക്കയുടെ നടപടികൾ, ഇതെല്ലാം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാന് പിടിച്ചു നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അമേരിക്ക കണക്ക് കൂട്ടിയ സമയം കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. സജിത്ത്, പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം ഇറാനും ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ സമാധാനം ഉണ്ടായേക്കാം. കാത്തിരിക്കാം. എന്താണ്